ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കൗതുകത്തോടെ കാത്തിരുന്ന ഒരു ദിവസമാണ് ഇന്ന് ജാനകി തൻ്റെ അമ്മയെ കണ്ടെത്തുന്നത്. അപ്പോൾ സ്വാമിജി അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അങ്ങ് പോയി ജാനകിയോട്. അപ്പോൾ താൻ തൻ്റെ അമ്മയെ ഇന്ന് കാണാൻ പോവുകയാണെന്നും അതുപോലെ തന്നെ തന്നോളം വളർന്ന തൻ്റെ മകളെ അമ്മ ഇന്ന് കാണുമ്പോൾ എന്തായിരിക്കും അമ്മയുടെ പ്രതികരണം, അപ്പോൾ അമ്മയും മോളും തമ്മിൽ കൂടിച്ചേരുന്ന നിമിഷം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയോടെ ആ പാവം ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് അമ്മയെ ഒരു നോക്ക് കാണാൻ കണ്ണുകളും മനസ്സും ഒക്കെ കൊതിയോടെ നമ്മുടെ ജാനകി കാത്തു നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്വാമിജി വരുന്നു. സ്വാമിജിയാണ് നടന്നു വരുന്നത്. കണ്ടപ്പോൾ ജാനകി ഞെട്ടി. സ്വാമിജി മാത്രമേ ഉള്ളൂ എന്നൊരിതിൽ. അത് കഴിഞ്ഞിട്ട് സ്വാമിജി ഇങ്ങനെ ജാനകിയുടെ അരികിലേക്ക് വരുമ്പോൾ തൊട്ടു പിന്നാലെ അടുത്ത ആൾ വരുന്നു. അതും ഒരമ്മ. ആ അമ്മയെ കണ്ടപ്പോൾ ജാനകിയുടെ അന്നേരത്തെ ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ, പക്ഷെ ആ അമ്മ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ ചുമ്മാ നിലത്തേക്ക് നോക്കിയാണ് വരുന്നത്. ആ അമ്മയെ കണ്ടപ്പോഴത്തേക്കും ജാനകിയുടെ ചങ്കു പെടയുന്നു. ജാനകി ഇങ്ങനെ തളർന്നു, മൊത്തത്തിൽ തളർന്നിങ്ങനെ എന്താ പറയുന്നത്, വല്ലാത്തൊരു ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സ്വാമിജിയും ജാനകിയുടെ അടുത്ത് വന്ന് നിന്നു, അമ്മയും അടുത്ത് വന്നു. അപ്പോൾ അരുന്ധതിക്ക് ഇത് ആരാണെന്ന് അറിയാമോ എന്ന് സ്വാമിജി അമ്മയോട് ചോദിക്കും. ഇത് അരുന്ധതിയുടെ മകളാണെന്ന് പറഞ്ഞു. ആ അമ്മ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ആ അമ്മ ഇങ്ങനെ ഒരു സൈഡിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക, ജാനകിയെ നോക്കുന്നില്ല. ജാനകി നേരത്തേക്കും അമ്മയ്ക്ക് അരികിലേക്ക് ചെന്നു. എന്നിട്ട് അമ്മയെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ അങ്ങ് പിടിക്കുവാണ്. അപ്പം അമ്മ എന്നും പറഞ്ഞ് വിളിക്കുവാണ്. അമ്മ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അമ്മ ഭയങ്കര എന്താ വല്ലാത്തൊരു, ഈ ലോകത്തൊന്നും അല്ലാത്തൊരു രീതിയിലാണ് അമ്മ നിൽക്കുന്നത്. സ്വഭാവമില്ലാത്തൊരു രീതിയിൽ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ വിളിക്കുക. അങ്ങനെ വിളിച്ചിട്ട് അമ്മയുടെ അമ്മയെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ അമ്മയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് വാവിട്ട് കരയുവാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്വാമിജിക്കും സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ജാനകി അമ്മയെ കെട്ടിപ്പിടിച്ച് ചങ്ക് പൊട്ടി എന്ന് പറഞ്ഞാൽ ചങ്ക് പൊട്ടി അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നു. അപ്പോഴും അമ്മയ്ക്ക് ഒരു പ്രതികരണവും ഇല്ല. ആ അമ്മ അനങ്ങുന്നു പോലുമില്ല. ഒറ്റ നിപ്പ്, ഒരു പ്രതിമ കണക്ക്, ചലിക്കുന്ന ഒരു പ്രതിമ കണക്ക് അമ്മ ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ജാനകിക്ക് ഭയങ്കര ടെൻഷനായി. അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ ജാനകി. കാരണം ഒരു പ്രതികരണവും ഇല്ലല്ലോ, മകളാന്ന് പറഞ്ഞിട്ട് പോലും. അമ്മയെന്ന് പറഞ്ഞ് ഇങ്ങനെ ജാനകി വിളിക്കുന്നു. അമ്മ മൈൻഡ് ചെയ്യുന്നില്ല. എന്താ എൻ്റെ അമ്മയ്ക്ക് പറ്റിയേ, എന്തു പറ്റി അമ്മയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം സ്വാമിജിയോട് ജാനകി ചോദിച്ചു, പ്രതികരണമൊന്നും കാണാതെ വന്നപ്പം, സ്വാമിജി അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോഴും ആ അമ്മ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുവാണ്. അപ്പോൾ ഒന്നും അറിയാത്തതുപോലെ അമ്മ നിൽക്കുന്നത് എന്താണെന്ന് ജാനകി ചോദിക്കുവാണേ. അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ സ്വാമിജി? അപ്പോൾ ഇവിടെ വന്നപ്പോൾ മുതൽ അരുന്ധതിയുടെ മാനസികാവസ്ഥ ഇതാണെന്നും ആരോടും സംസാരിക്കാറില്ല എന്ന കാര്യവും സ്വാമിജി പറയുവാണ്. അപ്പം അത് കേട്ടപ്പോൾ ജാനകി തകർന്നു പോയി. അരുന്ധതി എന്തെങ്കിലും സംസാരിക്കുന്നതായി ഇതുവരെ ആരും പറഞ്ഞിട്ടും ഇല്ല എന്നുള്ള കാര്യങ്ങളും സ്വാമിജി പറയുവാണ്. മുറിയിൽ മൗനയായി ഒറ്റ ഒരു ഇരിപ്പ് തനിച്ചിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ജാനകിയുടെ ചങ്കു പിടയുക. കുട്ടി പറയുന്നതൊന്നും അരുന്ധതി അറിയുന്നതേ ഇല്ല എന്നും പറഞ്ഞു. അങ്ങനെ പുതിയ പുതിയ അറിവുകളായിരുന്നു ജാനകിക്ക് അമ്മയെന്നുള്ളത്. അപ്പോൾ അവരുടെ മനസ്സ് അതൊരു വലിയ ശൂന്യതയാണെന്ന കാര്യവും പറഞ്ഞ് അങ്ങനെ ജാനകിയോട് അമ്മയെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും സ്വാമിജി പറയുവാണ്. അന്ന് മദർ ആഗ്നസ് വന്നിട്ട് പോലും അരുന്ധതി അവരെ തിരിച്ചറിഞ്ഞില്ല എന്ന കാര്യം ജാനകി പറയുക. വികാരങ്ങളൊന്നുമില്ലാത്തൊരവസ്ഥയാണ് അരുന്ധതിക്കുള്ളത്. എന്നാൽ പറയുന്നതെല്ലാം അങ്ങനെ തന്നെ അനുസരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലകൾ പാടെ മാഞ്ഞു പോയിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും ജാനകിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മയെപ്പറ്റി കേട്ട കാര്യങ്ങളെല്ലാം. അപ്പം തൻ്റെ അമ്മയെ തനിക്ക് തിരിച്ച് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒന്നും അമ്മയ്ക്ക് അറിയില്ല എന്ന തിരിച്ചറിവിൽ ജാനകി ചങ്ക് പൊട്ടി അമ്മയ്ക്ക് ഉമ്മ കൊടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ കരയുക. അങ്ങനെ കരഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഇനി എന്താ കുട്ടിയുടെ തീരുമാനം എന്ന് സ്വാമിജി ജാനകിയോട് ചോദിച്ചു. ഇന്ന് ഞാൻ അമ്മയ്ക്കൊപ്പം കഴിഞ്ഞോട്ടെ സ്വാമിജി എന്ന് ചോദിക്കുക കേട്ടോ ജാനകി അദ്ദേഹത്തിനോട്. നാളെ എൻ്റെ ഹസ്ബൻഡ് വരുമെന്നും പിന്നെ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയാമെന്നും ജാനകി പറയുമ്പം അമ്മയുമായി ഒന്നിച്ച് കഴിയുന്നതിന് തടസ്സങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അരുന്ധതി ഇപ്പോൾ കഴിയുന്ന മുറിയിൽ 2 പേർക്ക് കഴിയാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് മറ്റൊരു മുറി അനുവദിച്ച് തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ശരി സ്വാമിജി എന്ന് പറഞ്ഞ് നന്ദിയൊക്കെ പറയാം. അമ്മയും കുട്ടി ജാനകി വന്നോളാൻ പറഞ്ഞിട്ട് സ്വാമിജി അങ്ങ് പോയി. ഈ സമയത്ത് ജാനകി തൻ്റെ അമ്മയെ എങ്ങനെ നെഞ്ചോട് ചേർക്കുക. എന്തു പ്രതീക്ഷയോടെ അമ്മേ ഞാൻ കാത്തു നിന്നത്, എന്നിട്ട് എനിക്ക് ഇങ്ങനൊരു വിധിയായി പോയല്ലോ അമ്മയെന്നൊക്കെ പറഞ്ഞ് ജാനകി ഭയങ്കര കരച്ചിലാട്ടോ. അമ്മയ്ക്ക് ഈ മോളെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ലല്ലോ അമ്മയെന്നൊക്കെ പറഞ്ഞു. മോളെ ഒന്ന് വിളിക്കും അമ്മയെന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ കരയുക. അപ്പോഴും അമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ പ്രതിമ കണക്ക് നിൽക്കുക കേട്ടോ. അമ്മയെന്നും വിളിച്ച് ചങ്കു പൊട്ടി ജാനകി കരയുക. ഇവിടെ ഈ സമയത്ത് ജാനകിയെ കാണാത്തതിൻ്റെ വേദനയിലും നിരാശയിലും നമ്മുടെ പൊന്നുകുട്ടി ഇങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ അബിയോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, അമ്മ ഇങ്ങ് ഓടി വരത്തില്ലേ, മോൾ കിടന്നോളാനൊക്കെ പറഞ്ഞു. അമ്മ വരുമ്പോൾ അച്ഛൻ വിളിക്കാവല്ലോ എന്നും പറഞ്ഞു.
അമ്മ വരാതെ പൊന്നു ഉറങ്ങത്തില്ലെന്നായി കുഞ്ഞ്. അങ്ങനെ അബി ചൊല്ലിട്ടു. അപ്പോൾ എൻ്റെ അമ്മയെ വിളിക്കെന്ന് പറഞ്ഞു. വിളിക്കച്ചാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അബി ഫോൺ എടുത്ത് വിളിച്ചു. അപ്പോൾ നമ്മുടെ ജാനകി ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ജാനകിയുടെ ഫോണിൽ കിട്ടുന്നില്ലെന്നും റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് അമ്മയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അബി. അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് കേൾക്കുന്നത്. പൊന്നുവിന് അമ്മയെ കാണണമെന്നും പറഞ്ഞാൽ ഈ പൊന്നുകുട്ടി അമ്മ പോയ സ്ഥലത്തേക്ക് നമുക്കും പോകാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുമ്പോൾ നിൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഫോണിൻ്റെ ചാർജ് തീർന്നു പോയതാണെങ്കിൽ നമ്മൾ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു അഭി. അപ്പോൾ പൊന്നു ഇപ്പം കിടക്ക്, അച്ഛനല്ലേ പൊന്നുവിനോട് പറയുന്നത്. അമ്മ വരാതെ പൊന്നു ഉറങ്ങത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടായി പിന്നെ പൊന്നുവിൻ്റെ വാശി. അപ്പോൾ എന്താ പൊന്നു ഇത് വാശി പിടിക്കാതെ കിടന്ന് ഉറങ്ങിക്കേ, ഉറങ്ങ, നല്ല കുട്ടിയായിട്ട് കിടക്ക്, അച്ഛൻ്റെ മോളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അഭി കൊച്ചിനെ ഒരു തരത്തിൽ ഇങ്ങനെ പിടിച്ച് കിടത്തുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ജാനകി അമ്മയും കൂടെ ഒരു മുറിയിലേക്ക് വന്നു. അപ്പോൾ മുറി കണ്ടപ്പോൾ അമ്മ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ജാനകി വാ അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അമ്മ അകത്തേക്ക് കയറി വരുന്നു. ആ മുറിയൊക്കെ കാണുമ്പോൾ അമ്മ ഇങ്ങനെ പരിചയമില്ലാത്ത മുറിയല്ലേ അങ്ങനെയൊക്കെ നോക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ എൻ്റെ അമ്മയെ കൂടെ കൊണ്ടുപോകുമെന്ന് ജാനകി അന്നേരം മനസ്സിൽ ചിന്തിക്കുക. അമ്മ അന്നേരം ഇങ്ങനെ മുറിയൊക്കെ ഇങ്ങനെ മാറി മാറി നോക്കുക. അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ വിളിക്കുമ്പോൾ ആ അമ്മ ജാനകിയെ നോക്കുക കേട്ടോ. അമ്മ എന്തെങ്കിലും ഒരു വാക്ക് എന്നോട് പറ അമ്മേ എന്ന് ജാനകി പറയുമ്പോഴും പുതിയ മുറി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു പരിഭ്രമത്തിൽ ഇങ്ങനെ അമ്മ നോക്കുക കേട്ടോ. അങ്ങനെ പരിഭ്രമിച്ച് മുറിയൊക്കെ ഇങ്ങനെ മാറി ഇങ്ങനെ തിരിഞ്ഞൊക്കെ ഇങ്ങനെ അമ്മ നോക്കുന്നതൊക്കെ ജാനകി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ജാനകി ഇങ്ങനെ അമ്മയുടെ ആ ഒരു ഇത് മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് പിന്നെ അബിയെ കാണിക്കുന്നത്. അബി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ജാനകി ഫോൺ എടുത്ത് അബിയെ വിളിച്ചു. അപ്പോൾ ഇതെന്താ ജാനകി, നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ അബിയായിട്ട് നിന്ന് ക്ഷമിക്കുക, ഞാൻ നേരെ ശരണാലയത്തിലേക്കാണ് വന്നതെന്നുള്ള കാര്യമൊക്കെ ജാനകി ഇങ്ങനെ പറയുക. പിന്നെ അബിയേട്ടാ ഞാൻ എൻ്റെ അമ്മയെ കണ്ട അബിയേട്ടാന്ന് പറയുമ്പോഴത്തേക്കും അബി ഞെട്ടിപ്പോയി. അബിക്ക് പിന്നെ വാക്കുകളില്ല പറയാനായിട്ട്. ജാനകി തുടക്കപ്പുറത്ത് പറഞ്ഞപ്പോഴേ എൻ്റെ അമ്മ ഈ ശരണാലയത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം ജാനകി ഇങ്ങനെ പറയുക. അപ്പോഴും അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുക. ജാനകി സത്യമാണ് നീ പറയുന്നതെന്ന് ചോദിച്ചു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ജാനകി, അത് നിൻ്റെ അമ്മ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉറപ്പാണോ ജാനകി എന്നൊക്കെ ചോദിക്കുമ്പം അദ്ദേഹം അബിയേട്ടാ കുറേ വർഷങ്ങളായി അമ്മ ഇവിടെ തന്നെയാണ് കഴിഞ്ഞിരുന്നതെന്നുള്ള കാര്യങ്ങൾ ജാനകി ഇങ്ങനെ പറയാം. അല്ല അത് നിൻ്റെ അമ്മ തന്നെയാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്ന് നമ്മുടെ അബി ചോദിക്കുമ്പോൾ സ്വാമിജി അമ്മയെപ്പറ്റി എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞെന്നും പിന്നെ അമ്മ ഇങ്ങനെയാണ് ശരണാലയത്തിൽ എത്തിയതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഒരിക്കൽ ഇവിടെ വന്ന മദർ ആഗ്നസ് അമ്മയെ തിരിച്ചറിഞ്ഞെന്നും പിന്നെ അച്ഛൻ ചെയ്തു കൊടുത്ത സഹായങ്ങളെ പറ്റിയൊക്കെ പറയുവാണ്. അപ്പോൾ എനിക്കെന്ത് പറയണമെന്ന് അറിയില്ല ജാനകി, ഞാൻ ആകെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് അബി അന്നേരം പറയുക. അത് കേട്ടപ്പോൾ അബിയേട്ടനെ വിളിക്കാതിരിക്കാൻ എനിക്ക് കഴിയും എൻ്റെ അബിയേട്ടാ, അല്പസമയം എനിക്കൊന്ന് എന്നാൽ നീ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ശരി അബിയേട്ടാ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴേക്കും അബിക്ക് ഭയങ്കര സന്തോഷമായി. അച്ഛൻ പറയാൻ ബാക്കി വെച്ചിട്ട് പോയ ആ ഒരു ശരണാലയത്തെ പറ്റിയാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ അബി അങ്ങനെ ഇരിക്കുക. അപ്പോഴും വ്യക്തമാവാത്ത ചില കാര്യങ്ങൾ എന്തിനച്ഛൻ ഇത് രഹസ്യമാക്കി വെച്ചു എന്നുള്ളതാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ ഇരുന്ന് ആലോചന തുടങ്ങി. ഭയങ്കര ആലോചന അബിക്ക്. ഇനിയിപ്പം എന്താണ് ഇതിൻ്റെ പുറകിലുള്ളതെന്നൊക്കെ തേടി എത്തണമല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കും. അപ്പോൾ ജാനകി കയ്യിൽ കയറി പിടിച്ചു. നമ്മളിന്ന് ഇവിടെ കിടക്കുന്ന അമ്മ ഇങ്ങ് വരാൻ പറഞ്ഞു. അപ്പോഴേക്കും ടെൻഷൻ അടിച്ച് അമ്മ പോകാൻ നോക്കും. അമ്മേ വാ അമ്മേ, ബെഡിലിരിക്കും അമ്മേ, അമ്മയുടെ മോളല്ലേ പറയുന്നത്, വാ അമ്മേ എന്ന് പറഞ്ഞ് ജാനകി ഇങ്ങനെ വിളിക്കുക കേട്ടോ. അപ്പോഴേക്കും സ്വാമിനി അങ്ങോട്ടേക്ക് കഞ്ഞിയായിട്ട് വന്നു. ഇത് കണ്ടോ അമ്മ പുറത്തേക്ക് പോകാൻ നോക്കുകയാണെന്ന നേരത്തേക്ക് സ്വാമിനിയോട് നമ്മുടെ ജാനകി പറയുമ്പോൾ കുറേ കാലം കഴിഞ്ഞ മുറിയിൽ നിന്ന് മാറിയതല്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് സ്വാമിനി പറയുവാണ്. ചില സമയത്ത് നമ്മൾ പറയുന്നതൊന്നും അമ്മ കേൾക്കില്ല എന്നും ഈ സ്വാമിനി പറഞ്ഞു. ജാനകി നടുങ്ങുവാട്ടോ അമ്മയ്ക്കുള്ള ഈ ഒരു മാറ്റങ്ങളൊക്കെ അറിഞ്ഞിട്ട്. അപ്പം അരുന്ധതി അമ്മേ മോള് പറയുന്നത് കേട്ടില്ലേ, ബെഡിൽ ഇരിക്കാനായിട്ട് അമ്മയോട് പറയുന്നു നമ്മുടെ സ്വാമിനി. അപ്പോൾ അമ്മ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഭക്ഷണം കഴിച്ചിട്ട് കിടക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോഴും അമ്മ ഇങ്ങനെ തറയിലേക്ക് നോക്കി നിൽക്കുക. ചെറിയൊരു അതിർത്തി തോന്നിയാൽ മതി, അന്ന് പിന്നെ ഒന്നും കഴിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരത്തേക്കും പറഞ്ഞു നമ്മുടെ സ്വാമിനി ജാനകിയോട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും അരുന്ധതി അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണെന്നും അതിനുവേണ്ടി ഞാൻ പ്രത്യേക സമയം കണ്ടെത്തുമെന്നും ഇപ്പം എന്തായാലും അവസാന നാളുകളിൽ അരുന്ധതി അമ്മയ്ക്ക് മോളെ കിട്ടിയല്ലോ എന്നൊക്കെ ഇങ്ങനെ സ്വാമിനി പറയുന്നു. അപ്പോൾ ജാനകി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ സങ്കടത്തിലിരിക്കുക. എന്നിട്ടും അമ്മ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ജാനകി പറഞ്ഞു. അപ്പം അതുമാത്രമേ സങ്കടമായിട്ടുള്ളൂ എന്നും വിഷമിക്കാൻ വേണ്ടി പറയുന്നതൊന്നും അല്ല കേട്ടോ, ഇനിയൊരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന കാര്യം ആ സ്വാമിനി പറയുക. 4 വർഷമായി ഞാൻ അമ്മയുടെ കൂടെ തന്നെയുണ്ട്, ഇതുവരെ എന്നോട് ഒരക്ഷരം പോലും അമ്മ മിണ്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ
ഇനിയിപ്പോൾ സംസാരശേഷി വല്ലതും നഷ്ടമായതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുട്ടോ ജാനകി. അല്ല, ഉറക്കത്തിൽ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അരുന്ധതി അമ്മ അവരുടെ മാത്രം ലോകത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടെയുള്ളവരെ പറ്റി ഒന്നും അറിയുന്നത് പോലും ഇല്ലെന്നും ആദ്യമൊക്കെ ഞാനും കുറേ ബുദ്ധിമുട്ടിയിരുന്നു എന്നൊക്കെ ഈ സ്വാമിനി പറയാം. അമ്മയെ ജാനകി കൂടെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനു വേണ്ടിയല്ലേ അമ്മയെ തെരഞ്ഞ് ഞാനിവിടെ എത്തിയതെന്ന് ജാനകി പറയാം. പിന്നെ അമ്മയെ എനിക്ക് കൊണ്ടുപോകണമെന്നും നാളെ എൻ്റെ ഹസ്ബൻഡ് വരുമെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഭക്ഷണം ജാനകി കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ, ഞാൻ ക്യാൻറ്റീനിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞു. ജാനകി ഭക്ഷണം ഒന്ന് കൊടുത്തു നോക്കാൻ പറഞ്ഞു. ചിലപ്പോൾ കഴിക്കാൻ കൂട്ടാക്കിയില്ലെന്നൊക്കെ വരും. ഇനിയിപ്പോൾ ശീലിപ്പിച്ചാലേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാ സ്വാമിനി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ വാ അമ്മേ ഇതാ നമ്മുടെ റൂമെന്ന് പറഞ്ഞ് ജാനകി വിളിച്ച് അമ്മയെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നു. എന്നിട്ട് അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കുക. അപ്പോൾ അമ്മ ഭക്ഷണം കഴിക്കാം അമ്മേ എന്ന് പറഞ്ഞ് ജാനകി വാരി കൊടുക്കുക. അമ്മയുടെ മോളാ അമ്മേ ഞാൻ, അമ്മ പ്രസവിച്ച അമ്മയുടെ മോളാ അമ്മേ ഞാനെന്നും പറഞ്ഞുകൊണ്ട് ജാനകി അമ്മയോട് പറയുന്നുണ്ട്. പക്ഷെ അമ്മ നോക്കുന്നോ മൈൻഡ് ചെയ്യുന്നോ ഒന്നുമില്ല. അമ്മ കഞ്ഞി കുടിക്കാം അമ്മ എന്നൊക്കെ പറഞ്ഞു. ജാനകിയെ നോക്കാതെ അമ്മ ഇങ്ങനെ തല തിരിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ ജാനകി ഇങ്ങനെ നിർബന്ധിച്ച് അമ്മയ്ക്ക് ഇച്ചിരി കഞ്ഞി വാരി കൊടുത്തു. ഇഷ്ടമില്ലാതെ ആണെങ്കിൽ 1-2 വറ്റ അമ്മ വാങ്ങിച്ചു കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന അഭി ഇങ്ങനെ പൊന്നു ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റപ്പോഴത്തേക്കും പേടിച്ചു പോയി. എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കാം. എനിക്ക് അമ്മയെ കാണണോ അച്ഛാന്ന് പറഞ്ഞുകൊണ്ടായി പൊന്നു. അപ്പോൾ അമ്മ രാവിലെ വരുമെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ, മോൾ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പൊന്നുമോൾ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. പൊന്നുവിനെ അവിടെ കിടത്തി ഉറക്കി അഭി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജാനകി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുവാണ്. പിന്നെ നമ്മുടെ ജാനകി അമ്മയ്ക്ക് വേണ്ടുന്ന കഞ്ഞിയൊക്കെ കൊടുത്ത് അമ്മയുടെ പാത്രമൊക്കെ കഴുകി വെച്ചിങ്ങനെ വന്നു. അമ്മയ്ക്ക് അറിയോ ഇവിടെയുള്ള എല്ലാവരും അമ്മയെ അരുന്ധതി ദേവി എന്നാണ് വിളിക്കുന്നതെന്നും അത് അമ്മയ്ക്ക് സ്വാമിജി നൽകിയ പേരാണെന്നൊക്കെ പറഞ്ഞ് അമ്മയോട് ഇങ്ങനെ ഒരുപാട് വർത്തമാനം പറയാം നമ്മുടെ ജാനകി. അമ്മയുടെ ശരിക്കുള്ള പേരെന്താണെന്ന് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ജാനകി ഇങ്ങനെ ചോദിച്ചു. അമ്മയൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ജാനകി ഇങ്ങനെ അമ്മയുടെ ഭാവങ്ങളൊക്കെ മാറുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. രാധാമണി വാരസ്യാരെന്നാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ജാനകി അമ്മയോട് പറയുക. അപ്പം അമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതെ മുഖത്ത് പോലും നോക്കാതെ ഇരിക്കുമല്ലേ. രാധാമണി എന്നാണ് അമ്മയുടെ പേരെന്ന് ഇങ്ങനെ ജാനകി എടുത്തെടുത്ത് അമ്മയോട് പറയുക കേട്ടോ. അമ്മയുടെ ശരിക്കുള്ള പേരാണ് രാധാമണി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോഴും അമ്മയൊന്നും മിണ്ടുന്നില്ല. അമ്മയൊന്ന് ഓർത്ത് നോക്കാനൊക്കെ ജാനകി ഇങ്ങനെ കഴിഞ്ഞ കാര്യങ്ങൾ അമ്മയോട് പറയുന്നുണ്ട്. പക്ഷെ അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നില്ല. സ്വന്തം പേര് അമ്മയ്ക്ക് എങ്ങനെ മറക്കാനാകുമെന്ന് ജാനകി അമ്മയോട് ചോദിച്ചു. അമ്മ ഒരു കമ്പനിയിലെ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തെന്നും അവിടെ സൂര്യനാരായണൻ, വിശ്വനാഥൻ തമ്പി എന്നീ 2 പേരെ അമ്മ ഓർക്കുന്നുണ്ടോ എന്ന് ജാനകി അമ്മയോട് ചോദിക്കുക. അതിനും അമ്മ ഒരു അക്ഷരം മിണ്ടുന്നില്ല, നേരെ പോലും നോക്കുന്നില്ല. അമ്മേ, തമ്പിയെ മറക്കാൻ അമ്മയ്ക്ക് കഴിയും അമ്മേ എന്നിങ്ങനെ നമ്മുടെ ജാനകി അന്നേരം അമ്മയോട് ചോദിക്കുക. അപ്പോഴും അമ്മ നിലത്തോട്ട് തന്നെ നോക്കിയിരിക്കുന്നു. ജാനകിയെ മൈൻഡ് ചെയ്യുന്നില്ല. ദുഷ്ടനായിരുന്നേരം അയാൾ അമ്മയുടെ മനസ്സിലുള്ളതൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി ജാനകി ഇങ്ങനെ ഭയങ്കരമായിട്ട് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അയാൾ അമ്മയോട് ചെയ്ത കൊടും ക്രൂരതകളൊക്കെ അമ്മ മറന്നു പോയോ എന്നും ജാനകി തൻ്റെ അമ്മയോട് ചോദിക്കുക. അപ്പോൾ ഒന്നും മിണ്ടാൻ കഴിയാതെ അമ്മ ഇരിക്കല്ലേ. ദൈവമേ, ആ ഒരു ഓർമ്മ പോലും എൻ്റെ അമ്മയുടെ മനസ്സിലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ സ്വയം നീറുക അവിടെ ഇരുന്ന്. ഇനി ഞാൻ എന്ത് പറഞ്ഞാൽ എൻ്റെ അമ്മയെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുന്നേ എന്നൊക്കെ ജാനകി ഇങ്ങനെ അവിടെ ഇരുന്നിരുന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അമ്മ കുറേ കാലം ജീവിച്ച ഓർഫണേജ് അമ്മയ്ക്ക് ഓർമ്മയില്ലേ എന്ന് ജാനകി നെക്സ്റ്റ് അടുത്ത കാര്യം ചോദിച്ചു. അവിടുത്തെ മദർ ആഗ്നസ്, മേരിക്കുട്ടി അവരെയൊക്കെ എന്താ അമ്മ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും അമ്മയൊന്നും മിണ്ടുന്നില്ല. മേരിയമ്മയായിരുന്നു അവിടുത്തെ അമ്മയുടെ കൂട്ടെന്നൊക്കെ പറഞ്ഞ്. മേരിയമ്മയെ അമ്മ എങ്ങനെ മറക്കാനാണെന്നൊക്കെ ചോദിച്ചു. ആ പാപം സ്ത്രീയല്ലേ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴും അമ്മയൊന്നും മിണ്ടുന്നില്ലേ. ജാനകി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക തിരതിരാന്ന്. എൻ്റെ അമ്മയെ ആദ്യമായി കണ്ട ദിവസമായി ഇന്ന്, എൻ്റെ അമ്മയെ ഞാൻ അറിഞ്ഞ ദിവസമായി ഇന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ പറയുന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമാണെന്നൊക്കെ പറഞ്ഞാണ് ജാനകി തൻ്റെ അമ്മയ്ക്ക് മുന്നിലിരുന്ന് ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നത്. അമ്മയുടെ മകള് ജാനകി അമ്മ ഞാനെന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ ജാനകി അമ്മയോട് ഇങ്ങനെ പറയാം. പക്ഷെ അമ്മ ഒന്നും മിണ്ടാത്തതിൻ്റെ സങ്കടമാണ് ജാനകിക്ക്. എനിക്കറിയാം എൻ്റെ അമ്മയ്ക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന്. പ്രസവിച്ചിട്ട് പോലും അമ്മ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ ഇപ്പോഴുള്ള ഈ മോളെ അമ്മ എങ്ങനെ തിരിച്ചറിയാനല്ലേ? പിന്നെ എന്ത് ഓർമ്മയാണ് ഈ മകളെ പറ്റി അമ്മയ്ക്ക് ഉണ്ടാവുക അല്ലേ അമ്മ എന്നൊക്കെ ജാനകി ഇങ്ങനെ അമ്മയോട് ചോദിക്കും കേട്ടോ. അപ്പോഴും അമ്മ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. ജാനകി ഇങ്ങനെ അമ്മയെ തന്നെ നോക്കിയിരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും ഈ വികാരഭരിതമായിട്ടുള്ള എപ്പിസോഡ് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ, ടാറ്റാ.